ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. വരൂ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ 10 ചെറിയുള്ളി ഞാൻ വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ചെറിയുള്ളിക്ക് പകരം സവാള വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, അതായത് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വേറെ സ്പൈസസ് ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. കാബേജ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതാണ്, അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പൊടിയുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പ് യൂസ് ചെയ്യരുത്, കാരണം ഇതിൽ വെള്ളം ആഡ് ചെയ്യാത്ത കാരണം അത് അലിയാതെ അങ്ങനെ തന്നെ കിടക്കും. ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തുറന്നു നോക്കിയിട്ടൊന്ന് കൂട്ടി ഇളക്കി കൊടുക്കണം. ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതിനോടൊപ്പം നമുക്ക് ഗ്രീൻ പീസ് വേവിച്ചിട്ട് ഇടാവുന്നതാണ്, അതുപോലെ ക്യാരറ്റും ഇടാവുന്നതാണ്. എൻ്റെ മക്കൾ ഇതൊന്നും കഴിക്കില്ല, അത് കാരണം ഞാൻ ഇതൊന്നും ഇടാറില്ല. അതുപോലെ ചെറിയുള്ളിയും പച്ചമുളകും ഇടണതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കടലപ്പരിപ്പ് ഇട്ട് കൊടുത്താൽ നല്ലതാണ്, ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ട് നല്ല രസമാണ്. ഉപ്പ് കുറവാണെങ്കിൽ ഈ അവസ്ഥയിൽ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. അര കപ്പ് കോക്കനട്ട് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. നാളികേരം ഇട്ട് കൊടുത്തിട്ട് അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കൂട്ടി ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ സിമ്പിളായി ഉണ്ടാക്കിയ സിമ്പിളായിട്ടുള്ള ക്യാബേജ് തരാം. എല്ലാവരും സിമ്പിളായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കില്ലേ?
ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.